ഗീവർഗീസ് മാർ കുർലോസിനെതിരെ അതിരൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി. പുരോഹിതന്മാരിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തില്ലെന്നും കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനങ്ങൾ വീടില്ലെന്നുമായിരുന്നു മാർ കുർലോസിന്റെ വിമർശനം മുഖ്യമന്ത്രിക്ക് എതിരെ. അതിലായിരുന്നു പ്രതികരണം വരുന്നത്. അത് കേൾക്കാം ആദ്യം. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന വേളയിലാണ് ഒരു സർക്കാരൻ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെ വിമർശിച്ച ഒരു പുരോഹിതന് നേരെ ആക്രമണം ഉന്നയിക്കുന്നത്. അതും അതിരിവിട്ട വാക്കുകളിലൂടെ. മുഖ്യമന്ത്രി എന്തൊക്കെ വാചകങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അമൽ? അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നിരണം മുൻ ഭദ്രാസനെതിരെ ഉയർന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള വിമർശനമായിരുന്നു നേരത്തെ കുർലോസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എല്ലാം ഉയർന്നു വന്നിരുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരു പരാമർശം എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടായത്. അതായത് എല്ലാ സമയവും രക്ഷിക്കാനായി പ്രളയം ഉണ്ടാകണമെന്നില്ല, കിറ്റ് രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും ജനം വീഴില്ല എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു. അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, അതെടുത്ത് പരാമർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ഒരു വിമർശനം നടത്തിയത്. കുർലോസിന്റെ പേര് പറഞ്ഞില്ല എങ്കിൽ കൂടി പരാമർശം ഇങ്ങനെയായിരുന്നു: പുരോഹിതരിലും ചില വിവരദോഷികളുണ്ട്. പുരോഹിതരെല്ലാം മിക്കവരും നല്ലവരാണ്, പക്ഷേ അവരിലും ചില വിവരദോഷികളുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇത്തരത്തിൽ അതിരൂക്ഷമായ ഒരു പരാമർശം നടത്തുന്നതിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ട് എത്തിച്ചത് എന്നറിയില്ല. കാരണം ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് തിരുത്താൻ തയ്യാറാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മാർ കുർലോസ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ അനുഭാവി അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ള തുടരുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, അതും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാചകം, അതിരുവിട്ട വാചകം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും. ഈ തോൽവിക്ക് തൊട്ട് പിന്നാലെ വരുന്നു എന്നതിന്റെ പ്രത്യേകത കൂടി. അതും വിമർശനം ഉന്നയിക്കുമ്പോഴാണ് തിരിച്ചുള്ള അങ്ങേയറ്റത്തെ ഒരു മോശം പരാമർശം മുഖ്യമന്ത്രിയിൽ നിന്നും വീണ്ടും കേരളം കേൾക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക് പോകാൻ ഫ്രാൻസിസ് ജോർജ് നിയുക്ത MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, മുഖ്യമന്ത്രി പറയുകയാണ് ചില പുരോഹിതരിലും ചില വിവരദോഷികൾ ഉണ്ട് എന്ന്. അതിന് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആധാരമാകുന്നത് മാർ കുർലോസിൻ കഴിഞ്ഞ ദിവസം നടത്തിയ സർക്കാരിനെതിരായ വിമർശനത്തിന് തൊട്ടു പിന്നാലെയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. താങ്കളുടെ നിരീക്ഷണം എങ്ങനെ? ശ്രീ ഫ്രാൻസിസ് ജോർജ്. ഫ്രാൻസിസ് ജോർജ് ടെലിഫോൺ ലൈനിലുണ്ടോ? അദ്ദേഹത്തിലേക്ക് കണക്ഷൻ റെഡിയാകുമ്പോൾ നമുക്ക് തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. അമൽ തേനമ്പറമ്പിൽ, ഇത് ഒരുപക്ഷെ നമുക്കറിയാമല്ലോ, ഈ വിമർശനങ്ങളോട് മുഖം തിരിക്കുകയും പരാതികളോടും അല്ലെങ്കിൽ പ്രതിപക്ഷത്തോടൊക്കെ എടുക്കുന്ന സമീപനങ്ങൾ, ആ വിമർശനങ്ങളിലൊക്കെയാണ് സർക്കാരും ഒക്കെ ഈ നേതാക്കളും ഒക്കെ പഴികേട്ടത്. അതിൻ്റെയൊക്കെ ആകത്തുകയായിരുന്നു ജനം നൽകിയ ഈ വിധി എന്ന് വിമർശിച്ചുകൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും ഇന്നിപ്പോഴിതാ സെക്രട്ടേറിയറ്റ് തുടക്കം മുതലുള്ള വീഴ്ചകൾ പരിശോധിക്കും, അത് മുഖ്യമന്ത്രിയിൽ നിന്നും തിരുത്തലുണ്ടാകുമെന്നാണ് നമ്മൾ കേട്ടത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാചകം വരുമ്പോൾ എങ്ങനെ നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും അമൽ? പ്രജീഷ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിഘണ്ടുവിലേക്ക് പുതിയൊരു വാക്കുകൂടി എഴുതി ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിനു മുൻപും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതങ്ങ് നികൃഷ്ടജീവി പരാമർശത്തിൽ അന്നും താമരശ്ശേരി ബിഷപ്പിനെതിരെയായിരുന്നു ഇത്തരത്തിൽ, അതും ഒരു പുരോഹിതനെതിരെ തന്നെയായിരുന്നു ഇത്തരമൊരു പരാമർശമുണ്ടായത്. നികൃഷ്ടജീവി എന്നൊരു പരാമർശമുണ്ടായി. അതിന്റെ പശ്ചാത്തലം നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് ഈ മുഖ്യമന്ത്രി പരസ്യമായി തന്നെ അങ്ങനെ ഒരു പുരോഹിതനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം പിന്നീട് NK പ്രേമേന്ദ്രന് നേരെ പരനാറി പരാമർശം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അതും ഒരു തിരഞ്ഞെടുപ്പ് വേളയിലാണ് അത്തരം ഒരു പരാമർശം ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ MAVയുടെ തോൽവിയിലേക്ക് പോലും അവിടെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു എന്ന് പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്തതാണ്. മറ്റൊരു പരാമർശം മാതൃഭൂമിയുടെ മുൻ പത്രാധിപരായിരുന്ന ഗോപാലകൃഷ്ണൻ
ഗോപാലകൃഷ്ണനെതിരെയാണ്. അന്ന് ഗോപാലകൃഷ്ണന്റെ ഒരു ലേഖനത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി വന്നത്, എടോ ഗോപാലകൃഷ്ണ, താൻ 2 എഴുത്തങ്ങ് എഴുതിയാൽ ഞങ്ങളങ്ങ് തീർന്നു പോകുമെന്ന് കരുതരുത് എന്നുള്ളതായിരുന്നു അന്നത്തെ പരാമർശം. അങ്ങനെ എടാ ഗോപാലകൃഷ്ണൻ പരാമർശവും അതോടൊപ്പം തന്നെ പരനാറി പരാമർശവും അതോടൊപ്പം ദീർഘദീപി പരാമർശവും അത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെല്ലാം ശേഷം പിന്നെ ഒരു കടക്കുപുറത്തുണ്ടായിരുന്നു ഒരു മാസ് ഡയലോഗ്. അങ്ങനെയുള്ള ഈ ഡയലോഗുകൾക്കെല്ലാം ശേഷമാണ് ഇപ്പോൾ ആ നിഘണ്ടുവിലേക്ക് പുതിയൊരു വാക്കുകൂടി എഴുതി ചേർക്കപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ഇടതുപക്ഷ ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന ഒരു പുരോഹിതനെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം മാത്രമല്ല അമൽ പറയുന്നത് എന്താണ്, കിറ്റ് വിതരണത്തിൽ ഇനി ജനം വീഴുമെന്ന് കരുതേണ്ടതില്ല. കാരണം അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഒക്കെ തന്നെ അത് രാഷ്ട്രീയ വിമർശനമായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. ഒപ്പം ഈ പാഠം പഠിച്ചില്ല എങ്കിൽ ബംഗാളിലെ പോലെ ആകും എന്ന് ഈ രാഷ്ട്രീയ ഭേദമന്യേ സർക്കാരിനോടൊക്കെ ഉള്ള നിഷ്പക്ഷമതികൾ പോലും ഉന്നയിക്കുന്ന പാർട്ടിക്കിൽ നിന്ന് പോലും ഒരുപക്ഷെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന വാചകമാണ്. അതൊരു പുരോഹിതന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിനെയാണോ വിവരക്കേടായി മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്തൊക്കെയാണ് ഇത് ഒരു വരിയിലൂടെ പറഞ്ഞു പോവുകയായിരുന്നു. തുടർന്നും ഈ വിമർശനങ്ങളോട് ഒരു അസഹിഷ്ണ എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ ഇന്നത്തെ പ്രോഗ്രസ് കാർഡ്, സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് ഇറക്കുന്ന ഒരു വേദിയാണ്. അങ്ങനെയും കൂടി ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യേണ്ടി വരും? പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും തന്നെ ആ വേദിയിലുള്ള സമയത്താണ്, ചീഫ് സെക്രട്ടറി അടക്കമുള്ള സമയത്താണ് മുഖ്യമന്ത്രി ഈ ഒരു പരാമർശം നടത്തിയത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വേദിയിലല്ല ഈ ഒരു രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി മുഖ്യമന്ത്രി നൽകിയത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 3 വർഷത്തിൽ ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം ഗീവർഗീസ് മാർ കുർലോസിനെതിരെ ഉണ്ടാകുന്നത്. ആ പരാമർശം പറഞ്ഞു പോകുന്നത് പ്രളയ സമയത്ത് സർക്കാർ ചെയ്ത കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഈ പ്രളയം വന്നില്ലായിരുന്നുവെങ്കിൽ സർക്കാരിന് തുടരാൻ കഴിയില്ലായിരുന്നു, ആ പ്രളയമാണ് രക്ഷിച്ചത് എന്നുള്ള ആ ഒരു പറഞ്ഞ കാര്യമാണ്. അതാണ് കുർലോസ് ആ പോസ്റ്റിൽ പറയുന്നത്. അത് പരാമർശിച്ചുകൊണ്ടാണ് അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നത്. ഇടതുപക്ഷം ഇടത്തോട്ട് പോകണം, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്ന് പറഞ്ഞാണ് ഈ കുർലോസ് ആ വിമർശനം അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ SFIയുടെ അക്രമ രാഷ്ട്രീയം, ദൂർത്ത്, മന്ത്രിമാരുടെ പെർഫോമൻസ് അടക്കം എണ്ണി പറഞ്ഞുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കൃത്യമായ മറുപടിയായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കുർലോസ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ അർത്ഥത്തിൽ എന്തായാലും ഇത് ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. തിരുത്തും രാഷ്ട്രീയമായി വരും ദിവസങ്ങളിൽ ഒരു ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ മറ്റോ ഒന്നും അല്ല പറയുന്നത്, ഒരു പുരോഹിതൻ പറയുന്നു. അതും ആ സർക്കാരിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഭാ നേതൃത്വത്തിന്റെ ഒരു പുരോഹിതനെതിരെയാണ് വിമർശിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്. പഠിച്ചതേ പാടൂ എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു എന്ന ഒരു വിമർശനം വരും ദിവസങ്ങളിൽ ഉയരില്ലേ? കാരണം ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവമല്ല. ഓരോ തെരഞ്ഞെടുപ്പുകളിൽ, കൊല്ലത്തെ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥി അവിടെ തോക്കാനും പോലും കാരണം ഈ മുഖ്യമന്ത്രിയുടെ വാചകമായിരുന്നു എന്ന വിമർശനങ്ങൾ വരുമ്പോൾ ഇന്നിപ്പോൾ ഇതാ തോൽവിയുടെ അങ്ങേയറ്റം അടപടലം അങ്ങ് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ തിരുത്തൽ നടത്തുമെന്ന് ഇതേ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി വിമർശനത്തോട് കാണിക്കുന്ന അസഹിഷ്ണുത, അങ്ങേയറ്റത്തെ അസഹിഷ്ണുത എന്ന നിലയിലൊക്കെ വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ അമൽ? പ്രജീഷ്, ഈ പറയുന്ന പ്രസ്താവന ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിമർശനമായിരുന്നില്ല. മാത്രമല്ല, യാക്കോബായ സഭ പോലെ ആ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാൾക്കെതിരെ, ആ സഭയെ നയിക്കുന്ന ഒരാൾക്കെതിരെ ഇത്രയും വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എന്താകുമെന്ന നല്ല ബോധ്യം, അല്ലെങ്കിൽ രാഷ്ട്രീയ ചലനങ്ങൾ എന്താകുമെന്ന നല്ല ബോധ്യം ഉള്ളയാളാണ് പിണറായി വിജയൻ. അങ്ങനെ ബോധ്യമില്ലാത്ത ഒരാളല്ല. അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുമാണ് ആ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വേദിയിൽ അത്തരമൊരു പരാമർശം നടത്തണം, ഈ വേദിയിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു പരസ്യ പ്രതികരണം